സംസ്ഥാനത്തെ സ്കൂളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് വാഗ്ദാനങ്ങൾ വരുമ്പോഴും ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് സംസ്ഥാനം മുഴുവൻ സ്മാർട്ട് ക്ലാസ് റൂം ആണ്. അതുപോലെ വിദ്യാഭ്യാസത്തിനായി ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇവിടുത്തെ കുട്ടികൾ എവിടേക്കും പോകേണ്ടതില്ല എന്നും പോകുന്നതിൽ നിന്ന് അവരെ തടയുമെന്നും ഒക്കെയുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനത്തെ പരിഹാസത്തോടു കൂടിയാണ് പലരും കണ്ടത്. എയർപോർട്ടിൽ ചെന്ന് തടയുമോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. ഇത് കേട്ടപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണല്ലേ വരുന്നത്. ആലപ്പുഴ തെക്കൻ ആര്യാട് വളഞ്ഞ വഴിക്കൽ സർക്കാർ പ്രൈമറി സ്കൂളിലെ കെട്ടിട നിർമ്മാണം നിലച്ചിട്ട് 3 വർഷം. പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കാൻ സ്കൂളിലെ പ്രധാന കെട്ടിടം പൊളിച്ചതോടെ കുട്ടികൾ പഠിക്കുന്നത് തകര ഷീറ്റ് മേഞ്ഞ ഷെഡിലും ഓഡിറ്റോറിയത്തിലുമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടരാത്തതിനാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഭീമ ഹർജി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ. 2018-19 അധ്യയന വർഷമാണ് സ്കൂളിന്റെ പ്രധാന കെട്ടിടങ്ങളിലൊന്ന് പൊളിച്ച് ബഹുനില കെട്ടിടം നിർമ്മിക്കാൻ പണി തുടങ്ങിയത്. നിർമ്മാണം തുടങ്ങിയപ്പോൾ തകര ഷീറ്റ് മറച്ച ഷെഡിലും ഓഫീസ് മുറിയിലും ഓഡിറ്റോറിയത്തിലുമായി ക്ലാസുകൾ ക്രമീകരിച്ചു. നിർമ്മാണം തുടങ്ങി 3 വർഷം പിന്നിടുമ്പോഴും കുട്ടികളുടെ പഠനം ഇവിടെ തന്നെ. പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആര്യാട് പഞ്ചായത്തിലുള്ള ഏക ഗവൺമെന്റ് സ്കൂളാണ് ഈ വളഞ്ഞുവഴിക്കൽ LP സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിലവിലത്തെ സാഹചര്യം നോക്കിയാൽ ഈ 4 വർഷമായിട്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ കുട്ടികൾ പഠിക്കുന്നത് താൽക്കാലികമായി കെട്ടിവയ്ക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തും അതോടൊപ്പം തന്നെ ഒരു ആൻറ്റി ഡിസാസ്റ്റർ ഫണ്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഷെഡിലുമായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ആ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇത്രയും ചൂടും വെയിലും ഏറ്റിട്ടാണ് അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കവിടെ തകര ഷീറ്റ് ഇട്ടിട്ടാണ് ആ ബിൽഡിങ്ങുകൾ ചെയ്തിരിക്കുന്നത്. കടുത്ത വേനലിലും മഴയിലും കുട്ടികൾ ഇരുമ്പ് ഷെഡിൽ തുടരേണ്ട അവസ്ഥയാണിപ്പോൾ. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1.15 കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത്. തൃശൂർ ലേബർ സൊസൈറ്റി 2016 കരാർ ഏറ്റെടുത്തു. ഫണ്ട് മുടങ്ങിയതോടെ നിർമ്മാണം നിലച്ചു. പഴയ നിരക്കിൽ പണി പുനരാരംഭിക്കാൻ സൊസൈറ്റി വിസമ്മതിച്ചതോടെ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ കാട് കയറിയ അടിത്തറ വൃത്തിയാക്കാൻ പോലും നടപടിയായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ കുട്ടികൾ വീർപ്പുമുട്ടിയതോടെ നിലവിൽ 2 ഡിവിഷനുകൾ കുറഞ്ഞു. 400-ൽ പരം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഇപ്പോഴുള്ളത് 270 കുട്ടികളാണ്. സ്കൂൾ അധികൃതരും അധ്യാപക രക്ഷകർതൃ സമിതിയും പലതവണ ഈ വിഷയം പ്രാദേശിക ഭരണകൂടത്തിന്റെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും ഫലമുണ്ടായില്ല. ജനം, ആലപ്പുഴ.